കൊണ്ടുവരാൻ സാധിച്ചാലും അവർക്ക് തീർച്ചയായും ഇതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും. പിന്നെ ഞാൻ സർവോദയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം 2018 നമ്മൾ തൃശ്ശൂർ കരിങ്ങോട്ടുകര ശ്രീ അവനകാട്ടൻ ടെമ്പിളിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിലാണ് ഈ സർവോദരം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഈ 2018 കൃഷിക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് അവിടെ ഒരു കൃഷിമേള നടത്തി. അവിടുന്നാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു പ്രോത്സാഹനം കിട്ടിയത്. അവിടുന്ന് ആദ്യം ഞങ്ങൾ 6500 കുടുംബങ്ങൾക്ക് വിത്തും വളം കൊടുത്തു ആ സമയത്ത്. എന്നിട്ട് അവിടെ അവരോടൊക്കെ കിച്ചൺ ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. ആ സമയത്താണ് കോവിഡ് വന്ന് പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ വരാൻ, പച്ചക്കറിയൊക്കെ വരാൻ ബുദ്ധിമുട്ടായപ്പോൾ അവിടെ എല്ലാ വീടുകളിലും അത്യാവശ്യം ചെറിയ രീതിയിൽ പച്ചക്കറികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കോൾപ്പാടത്ത് 62 ഏക്കറിൽ വർഷങ്ങളായിട്ട് 17 വർഷങ്ങളായിട്ട് കോൾപ്പാടത്ത് ഒന്നും ചെയ്യാണ്ട് കിടന്ന കോൾപ്പാടം ഞങ്ങൾ ലീസിനെടുത്തിട്ട് അവിടെ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയത്. അങ്ങനെ 62 ഏക്കറിൽ ഞങ്ങൾ അവിടെ നെൽകൃഷി ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടാവുന്ന നെൽകൃഷി വിൽക്കാനും അവിടെ അമ്പലത്തിൽ അന്നദാനത്തിനാണ് ഉള്ളൂ ആ നെല്ല് അരി എടുത്തത്. അങ്ങനെ അവിടുന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ കൺസർവേഷൻ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്ന് അങ്ങനെ 130 വെറൈറ്റീസ് ഓഫ് അരി നമ്മൾ പല സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ട് അത് 127 മുളച്ചു. 3x3 പ്ലോട്ടിൻ്റെ 3x3 പ്ലോട്ടിലാണ് എല്ലാം വിത്തുകൾ ഇട്ടത്. ഇപ്പം അതൊക്കെ നമ്മൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ കൺസർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത കൊല്ലം വാഴ കുറച്ചും കൂടി കൂട്ടി ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വാഴ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കൃഷിക്കാരുടെ അനുഭവങ്ങൾ കൂടെ കേട്ടു. വളരെയധികം എൻകറേജിങ് ആയിരുന്നു. ഞങ്ങൾ ഇനിയും കുറച്ചും കൂടി വാഴ പച്ചക്കറി അവിടെ 10-12 ഏക്കർ പച്ചക്കറി ചെയ്യുന്നുണ്ട് ഓർഗാനിക്. നമ്മൾക്ക് അവിടെ എല്ലാ ജീവാമൃതം ബീജാമൃതവും ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. ഞങ്ങളുടെ അവിടെ തന്നെ പശുവും ആടും ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾ പുറത്തുനിന്നൊന്നും മേടിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് അവിടെ വളരെ ട്രഡീഷണൽ രീതിക്കാണ് എല്ലാ കൃഷികളും ചെയ്യുന്നത്. പിന്നെ ഇനിയും പുതിയ സാധനങ്ങൾ പരീക്ഷിക്കണമെന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനടുത്തത് മില്ലറ്റ്സും പിന്നെ കുറച്ച് വെറൈറ്റിയോ പച്ചക്കറികളും കൂടി കൂട്ടി ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അതടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഒന്നും കൂടി അഭിനന്ദനങ്ങൾ. താങ്ക് യു.